നമസ്കാരം. ദർശന ടുഡേയിലെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിരുന്നിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്നിൻ്റെ ടീം ഇപ്പോഴുള്ളത് കാലിക്കട്ടാണ്. കാലിക്കട്ട് എത്തുമ്പോൾ 1958 കാലഘട്ടങ്ങളിൽ തുടങ്ങിയ വലിയൊരു ആയുർവേദ സ്ഥാപനം, പ്രത്യേകിച്ച് പാരമ്പര്യവും അതുപോലെ തന്നെ ആയുർവേദത്തിൻ്റെ ശാസ്ത്രീയവും ഒക്കെ കൂട്ടി കലർത്തിക്കൊണ്ട് വളരെ വിജയകരമായി പോകുന്ന ഷാഫി ദവാഖാന എന്ന് പറയുന്ന ഒരു വലിയ കൺസെപ്റ്റുണ്ട്. ആയുർവേദത്തിൽ ഊന്നിയൊരു വലിയ കൺസെപ്റ്റുണ്ട്. അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്ക് ഷാഫി ദവാഖാനയുടെ കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ച് തരുവാനും അതിൻ്റെ ജനറൽ മാനേജർ മിസ്റ്റർ മുസഹാജിയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ മാനേജിംഗ് പാർട്ട്ണർ ഡോക്ടർ സഹീർ അലിയുമാണ് നമ്മോടൊപ്പം ഉള്ളത്. അവരുടെ വിശേഷങ്ങൾ കണ്ടിട്ട് നമുക്ക് വേഗം തിരിച്ചു വരാം. ഷാഫി ദവാഖാന എന്ന സ്ഥാപനത്തിൽ ഞങ്ങളുടെ ഗുരുനാഥൻ സീമാ മൗലവി ഗുരുക്കൾ, ഇപ്പോൾ ഉസ്താദ് സീമാ ഗുരുക്കൾ എന്നറിയപ്പെടുന്ന അദ്ദേഹം വളരെ ചെറുപ്പകാലം മുതൽക്ക് തന്നെ കളരി ചികിത്സയോടുള്ള ആഭിമുഖ്യം കാരണം കേരളത്തിലുടനീളം സന്ദർശനം നടത്തി വിവിധ കളരി ഗുരുക്കന്മാരിൽ നിന്നും ആയുർവേദ ആചാര്യന്മാരിൽ നിന്നും ചികിത്സയും കളരിയും സ്വായത്തമാക്കി അത് മറ്റ് ആളുകളിലേക്ക് പകർന്നു കൊടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഏകദേശം 1958-59 കാലഘട്ടത്തിൽ അദ്ദേഹം വീടിനോടനുബന്ധിച്ച് ഒരു കളരിയും കളരി ചികിത്സയ്ക്ക് വേണ്ടി ഒരു ഷെഡിൽ തുടങ്ങിയ ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന SDK ഹെൽത്ത് കോംപ്ലക്സ് എന്ന ഈ സ്ഥാപനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അക്കാലഘട്ടങ്ങളിൽ അദ്ദേഹം കളരി പ്രാക്ടീസ്, അതായത് ഇപ്പോൾ കളരിയിൽ തന്നെ ഇപ്പോൾ പറയുകയാണെങ്കിൽ വടക്കൻ, തെക്കൻ, കടത്തനാടൻ, തുളുനാടൻ വിവിധ കളരിമുറകളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം മനസ്സിലാക്കി അതിൽ അവസാനിപ്പിക്കുകയല്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ എല്ലാ വിധത്തിലുള്ള മുറകളും പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിലുടനീളം സന്ദർശിച്ച് അദ്ദേഹത്തിന് ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 55ഓളം ഗുരുനാഥന്മാരിൽ നിന്ന് കളരിയും കളരി ചികിത്സകളും ആയുർവേദ ചികിത്സ പാരമ്പര്യ ചികിത്സാ കാര്യങ്ങളും അദ്ദേഹം സ്വായത്തമാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനികളാണ് അബ്ദുൽ ഗുരുക്കൾ, അബ്ദുൽ കുട്ടി ഗുരുക്കൾ, അതേമാതിരി ചെറുക്കൽ ശ്രീധരൻ നായർ, ഫ്രാൻസിസ് എറ്റേലം തുടങ്ങി, കൂടാതെ രാഘവൻ തിരുമുൾപ്പാട് തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭരിൽ നിന്നെല്ലാം ചികിത്സയും അതുപോലെ തന്നെ കളരിയും സ്വായത്തമാക്കി അത് ജനകീയവൽക്കരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും വേണ്ടി ആരംഭിച്ചതായിരുന്നു ഇവിടെ അന്ന് ചൂരക്കൊടി കളരി ചികിത്സാലയം. അത് പിന്നീട് ഷാഫി ദവാഖാന എന്നുള്ള രൂപത്തിലേക്ക് ആയപ്പെടുത്തിയിരിക്കുകയും അത് വളർന്ന് പിന്നീടത് വിവിധ ശാസ്ത്രങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ശാഖയായി അതിനെ SDK ഹെൽത്ത് കോംപ്ലക്സ് എന്നുള്ള രൂപത്തിലേക്ക് ഇന്ന് വളർന്നു വരികയാണ് ഉണ്ടായിട്ടുള്ളത്. പഴയ കാലത്തുള്ള ഉസ്താദിൻ്റെ ചികിത്സാ രീതിയെ സംബന്ധിച്ച് ഞാനൊന്ന് ഓർമ്മിച്ചെടുക്കുകയാണെന്നിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയൊരു കാര്യം, ഇന്നിപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ അസുഖത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ശരീരത്തിലുണ്ടായിരുന്ന അസുഖങ്ങൾ മാർമികമായ ആഘാതങ്ങളിൽ നിന്നുണ്ടാകുന്ന അസുഖങ്ങൾ, മാർമികമായ ആഘാതങ്ങൾ. അപ്പോൾ നമ്മൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഈ കളരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മർമ്മ ചികിത്സ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഈ മർമ്മ ചികിത്സ ശരീരത്തിൽ 107 108 രണ്ട് അഭിപ്രായമുണ്ടെങ്കിലും ഈ 108 മർമ്മസ്ഥാനങ്ങളിൽ ആഘാതമേൽക്കുമ്പോൾ പല അസുഖങ്ങൾക്കും കാരണമായി തീരുന്നു. അതിന് ശാസ്ത്രപ്രകാരം ആ ഒരു മാർമികമായ അവസ്ഥ മനസ്സിലാക്കി അത് ഏത് മർമ്മസ്ഥാനത്താണ് ആഘാതം സംഭവിച്ചതെന്ന് മനസ്സിലാക്കി അതിന് പ്രതിവിധി ചെയ്യാൻ അറിയുന്ന ഒരു വിശകലനത്തെ എത്തിച്ചേർന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് മാർമിക ശാസ്ത്രം. ഇന്ന് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന രോഗികളെ സാമ്പത്തിക നേട്ടം നോക്കാതെ അവരെ ചികിത്സ സുഖപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി ഇന്ന് ഈ ഷാഫി ദവാഖാന SDK ഹെൽത്ത് കോംപ്ലക്സ് വളർന്നു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കളരി അഭ്യാസങ്ങൾ
എല്ലാ വിധത്തിലുള്ള കളരി അഭ്യാസങ്ങളും പഠിക്കാൻ പറ്റുന്ന, ഇപ്പോൾ കളരി മുറകളിൽ പെട്ടെന്നൊരു കളരി എന്ന് പറയുന്ന ഒരു ദിവസം കൊണ്ടോ 4 ദിവസം കൊണ്ടോ പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. 6 വർഷമാണ് അക്കാഡമിക്കൽ അതിന് സമയം അനുവദിച്ചിരിക്കുന്നത്. അതിന് വിവിധ തലങ്ങളിൽ പഠിച്ച് അതിനെ വളർത്തിയെടുക്കാനുള്ള അവസരവും ഇന്ന് ചൂരക്കൊടി കളരി സംഘത്തിലുണ്ട്. അതോടൊപ്പം തന്നെ ചൂരക്കൊടി കളരി സംഘത്തിന് കളരി നമ്മുടെ കേരളീയ ആയോധന കലയാണെങ്കിൽ മറ്റ് കൊറിയൻ ആയോധന കലയായ തൈക്കൊണ്ടോ, അതുപോലെ തന്നെ യോഗ, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ പ്രവർത്തിച്ച് പഠിക്കാനുള്ള അവസരവും ഇവിടെ ഒരുക്കിക്കൊണ്ട് 3-4 ബാച്ചുകളായി കുട്ടികൾ പഠിച്ച് വളർന്നു വലുതായി വരുന്നുണ്ട്. മറ്റൊരു പ്രത്യേകതയായിട്ട് നമ്മൾ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഉസ്താദ് വളർത്തിയെടുത്ത ഒരു രീതി, ഇപ്പോൾ നമ്മൾ ചികിത്സയിൽ ആണെങ്കിൽ വിവിധ മുറകളിലുള്ള ചികിത്സകൾ. കാരണം ഏതൊരു രോഗത്തിന്, ഇപ്പോൾ ഒരു പോളിയോ രോഗമാണെങ്കിൽ ഈ പോളിയോ രോഗത്തിന് ആയുർവേദമായാലും യുനാനി ആയാലും അല്ലെങ്കിൽ അലോപ്പതി ആയിരുന്നാലും വ്യക്തമായ ചികിത്സ പ്രതിപാദിക്കാത്ത ഒരുപാട് അസുഖങ്ങളുണ്ട്. ഇതിനെ എങ്ങനെ ചികിത്സ ഉൾപ്പെടുത്താൻ കഴിയും? അത് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത് അതിനനുസൃതമായി അദ്ദേഹത്തിൻ്റെ കഴിവുകൾ മുഴുവൻ എല്ലാ ശാസ്ത്രത്തിൽ നിന്നും എടുത്തുകൊണ്ട് ഒരു ക്രോഡീകരിച്ച ചികിത്സാ രീതി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം പോളിയോ ഇവിടെ ചികിത്സിച്ച് ഇത്രയും സുഖപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളത്. അതിനുള്ള രീതികൾ പലതും നമ്മൾക്ക് തന്നെ അതിശയം തോന്നുന്ന ഒരുപാട് രീതികളുണ്ട്. കാരണം ആ രീതികളെ മുഴുവൻ ക്രോഡീകരിക്കുമ്പോഴാണ് ഒരു സമന്വയ കേന്ദ്രം എന്ന് SDK വാങ്ങിച്ചത്. മറ്റൊരു കാര്യം, നമ്മൾ ഈ മരുന്ന് ഇപ്പോൾ അരിഷ്ടാസുഖങ്ങൾ സ്ഫുടം ചെയ്ത് ചെയ്യുന്ന ആ പഴയ കാലത്തിലുള്ള ട്രഡീഷണലായി ആ പഴയ കാലഘട്ടത്തിൽ നമ്മൾ സ്ഫുടം ചെയ്ത് മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. കാരണം നമുക്കറിയാം അരിഷ്ടാശ്രമങ്ങൾ ഇന്നിപ്പം ഒരു ബിസിനസ് മേഖലകൾ മുമ്പോട്ട് പോകുന്ന സമയത്തനുസരിച്ചല്ല, ആ ട്രഡീഷണൽ രീതിയിൽ മൺപാനകളിൽ മണ്ണിൽ കുഴിച്ചിട്ടുകൊണ്ടാണ് ആ സ്ഫുടം ചെയ്ത് നിർത്തേണ്ടത് എന്നുള്ള ആ ശാസ്ത്രം അതേപടി നിലനിർത്തുക. അതേപോലെ തന്നെ കളരി, കുഴിക്കളരി എന്നുള്ള ആ രൂപം ഇന്നും നിലനിർത്തിക്കൊണ്ട് ആ കുഴിക്കളരിയിൽ തന്നെ കളരി പ്രാക്ടീസ് ചെയ്യിച്ചുകൊണ്ടുള്ള ആ പഴയ ട്രഡീഷനിൽ യാതൊരു മാറ്റവും വരുത്താതെ ഉസ്താദ് എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശം നിറവേറ്റിക്കൊണ്ടുള്ള പ്രവർത്തനത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ സ്പോർട്സ് കൗൺസിൽ അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കളരിപ്പയറ്റുമായി സ്പോർട്സ് കൗൺസിലുള്ള ഞാൻ ഈ കലയെ കൂടി കേരളത്തിലെ അല്ലെങ്കിൽ കോഴിക്കോട് കുട്ടികൾക്ക് ഉപകാരപ്രദമാക്കി എടുക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 16 വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൗൺസിലിലേക്ക് അതിന് അംഗീകാരം ലഭിക്കാനുള്ള ശ്രമം നടത്തുകയും ശ്രമം നടത്തി അതിൻ്റെ അന്നത്തെ പ്രസിഡൻറ്റും ഇന്ന് സ്പോർട്സ് കൗൺസിൽ നോമിനിയുമായി പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചു. ആ നോമിനേഷനിൽ കൂടിയാണ് കഴിഞ്ഞ ഒരു സ്പോർട്സ് കൗൺസിലിൻ്റെ തിരഞ്ഞെടുപ്പിൽ എന്നെ എക്സിക്യൂട്ടീവ് മെമ്പർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്ത് എനിക്ക് ആ ഒരു രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങളിലെല്ലാം എല്ലാവരെയും ഒരേപോലെ രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരികമായ യാതൊരു വകതിരിവുമില്ലാതെ പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം പഠിപ്പിച്ച ആ ഒരു പഠനം മുമ്പോട്ട് നീക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെയാണ് ഞാൻ ഈ ജമായത്തിൻ്റെ പുളിക്കൽ ജമായത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനവും വഹിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകതയാണ്. കാരണം ഞാൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പോൾ നാഷണൽ ഗെയിംസ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കോഴിക്കോട് വെച്ച് നടത്തി. ആ നാഷണൽ ഗെയിംസിൻ്റെ ഒരു സംഘാടക സമിതിയിൽ ഒരു സ്ഥാനം, അതായത് ഇപ്പോൾ അതിൻ്റെ സെറിമോണിയൽ കമ്മിറ്റി കൺവീനർ എന്ന സ്ഥാനം എനിക്ക് തരാൻ വേണ്ടി ഇവിടെ ബന്ധപ്പെട്ടവർ അതിന് ശ്രമിച്ചുവെങ്കിൽ, അത് പ്രാവർത്തികമാക്കാൻ എനിക്ക് സാധിച്ചുവെങ്കിൽ ഇതിനെല്ലാം കാരണം എനിക്ക് ആ ഗുരുനാഥനിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അനുഗ്രഹ ആശിസ്സുകൾ ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. തികച്ചും പാരമ്പര്യ ചികിത്സയിൽ അധിഷ്ഠിതമായി ആയുർവേദ, യുനാനി, യോഗ, നാച്ചുറോപ്പതി, പ്രകൃതി തുടങ്ങിയൊരു സമ്മിശ്രമായൊരു ചികിത്സാ രൂപമാണ് ഞങ്ങളിവിടെ അവലംബിക്കുന്നത്. ഏതൊരു രോഗിക്കും അവരുടെ പ്രകൃതിക്കനുസരിച്ച് എന്താണോ ചികിത്സ വേണ്ടത് എന്ന് ഇവിടെ ഞാനടക്കമുള്ള 6 ഡോക്ടർമാരുണ്ട്, അതുപോലെ ഗുരുക്കന്മാരുണ്ട്. പാരമ്പര്യമായിട്ടുള്ള എല്ലാവരും ചേർന്നെടുക്കുന്ന തീരുമാനത്തിനനുസരിച്ച് രോഗിക്ക് ഉതകുന്ന ചികിത്സാ സമ്പ്രദായമാണ് ഞങ്ങളിവിടെ അനുവർത്തിച്ചു പോരുന്നത്. അതിൽ കളരിക്ക് കൂടുതൽ കളരി ചികിത്സയിലെ മർമ്മ ചികിത്സയിലും അതുപോലെ ആയുർവേദത്തിലെ ശല്യ ചികിത്സയിൽപ്പെടുന്ന ഭഗ്ന ചികിത്സയിൽ, അതായത് എല്ല് പൊട്ടുക, ചതവ് തുടങ്ങിയ ചികിത്സയിൽ പാരമ്പര്യമായ ചികിത്സാ മുറകൾ
ചികിത്സാ തൈലങ്ങൾ അതുപോലെ മറ്റ് കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ നല്ല രൂപത്തിൽ ഒരു രോഗിക്ക് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഭഗ്നങ്ങൾ, അതായത് ഫ്രാക്ചേഴ്സ്, അവർക്ക് അതുകൊണ്ടുണ്ടാകുന്ന പോസ്റ്റ് ഫ്രാക്ചർ കോംപ്ലിക്കേഷൻസ് ഉണ്ട് കുറേ, അതിനൊരു പരിധി വരെ ആയുർവേദ കളരി മർമ്മ ചികിത്സയിൽ സ്തുത്യർഹമായ ചികിത്സകളുണ്ട്. മാത്രമല്ല മരുന്നുകൾ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ഇവിടെ തന്നെ നിർമ്മിക്കുകയാണ്. അത് നിർമ്മിച്ചുണ്ടാക്കുന്ന മരുന്നുകൾ ഇത്തരം ചികിത്സക്ക് വളരെയധികം ഫലപ്രദമാണ്. ഇതിൻ്റെ സ്ഥാപകനായ എൻ്റെ പിതാവിൻ്റെ പല ഫോർമുലകളും ഈ രോഗികൾക്ക് അത് വളരെ ചെറിയ സാമ്പത്തിക തോതിൽ നിന്നുകൊണ്ട് തന്നെ ചികിത്സിക്കാനുള്ളൊരു കഴിവ് ഇത്തരം ചികിത്സയിലൂടെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പാരമ്പര്യം ഒരു പരിധിവരെ നമ്മൾക്ക് തള്ളാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കാരണം ഇതിൻ്റെ സയൻസ് വരുന്നത് തന്നെ, ആയുർവേദ സയൻസ് ഞങ്ങൾ പറയുന്നത് ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു ശാസ്ത്ര ശാഖയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാരമ്പര്യം, അന്ന് കോളേജോ കാര്യങ്ങളും ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വന്ന് വരുന്നത് ഒരു പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് വന്ന് ഋഷിമാരും വകെ മാറി മാറി വന്നു. പിന്നെ ഇപ്പോൾ അത് പാരമ്പര്യമെന്ന് പറയുന്നത് സത്യത്തിൽ നമ്മൾക്ക് കോളേജുകളിലെ പാരമ്പര്യമായിട്ട് നമുക്കത് പറയാൻ പറ്റുന്നതാണ്. കാരണം ഇപ്പോൾ പഠിക്കാനുള്ള എല്ലാ സംവിധാനവും കേരളത്തിൽ നിന്നല്ല ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. ആ നിലക്ക് പാരമ്പര്യത്തിൽ മാത്രം അധിഷ്ഠിതമായി. കാരണം ചില ആളുകൾ, എല്ലാവരും ഞാൻ പറയുന്നില്ല, ചില ആളുകൾ മാത്രം പാരമ്പര്യത്തിൽ മറ്റൊന്നും പോകാൻ കഴിയാതെ പാരമ്പര്യ ചികിത്സകനാവുന്നൊരവസ്ഥയുണ്ട്. കാരണം ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഞങ്ങൾക്കുള്ളൊരു മെച്ചം, ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ശരീരശാസ്ത്രം, രചന, ക്രിയ, ശരീരം കംപ്ലീറ്റ് പഠിച്ച ശേഷം, അതായത് അനാട്ടമി ഫിസിയോളജി പഠിച്ച ശേഷമാണ് ഞങ്ങൾ പാരമ്പര്യത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കുള്ള മെച്ചം ഇതിനെപ്പറ്റി രണ്ട് രൂപത്തിലും കാര്യങ്ങളെല്ലാം ഗ്രഹിക്കാൻ പറ്റും. അങ്ങനെ പഠിക്കുന്ന ഒരാൾക്ക് നമ്മൾക്ക് ഏത് കേസുകളും അതിൻ്റേതായ രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റും. മരുന്നുകളുടെ ലഭ്യത പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ തൊഴിൽ സമ്പ്രദായത്തിൽ വീട്ടമ്മമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ ഗവൺമെൻറ്റും നടത്തുന്ന പദ്ധതി വളരെ നല്ല പദ്ധതിയാണ്. പക്ഷേ അവർക്ക് നമ്മുടെ ഈ മരുന്നിനെ പറ്റിയൊരു അവബോധം സൃഷ്ടിച്ചാൽ, അവർക്ക് കറക്റ്റ് ഏതെല്ലാം മരുന്നുകളുണ്ട് എന്ന് പറഞ്ഞു കൊടുത്താൽ, സത്യത്തിൽ ഞങ്ങൾക്ക് എല്ലാ മാനുഫാക്ചേഴ്സിനുമുള്ള ഒരു ബുദ്ധിമുട്ട് മരുന്നുകളുടെ ലഭ്യത തന്നെ. സത്യത്തിൽ കുറുന്തോട്ടി വരെ ഇപ്പോൾ കിട്ടാതിരിക്കാൻ കാരണം റോഡ് സൈഡിൽ നിങ്ങൾക്ക് കൊണ്ടുകഴിഞ്ഞാൽ വളരെ മനോഹരമായ റോഡ് സൈഡുകൾ കാണാം. എല്ലാ മരുന്നുകളും വളരെ വ്യക്തമായിട്ട്, മരുന്ന് ഏതാണെന്ന് അറിയാത്തത് കൊണ്ടാണ് അവരെ നമ്മൾ കുറ്റം പറയുകയില്ല. പക്ഷെ അവർക്ക് നമ്മളൊരു ട്രീറ്റ് ചെയ്ത്, അതായത് അവരെ അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മരുന്നുമായി ബന്ധപ്പെട്ട് അവർക്ക് നല്ലൊരു ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ മുറിക്കുന്ന മരുന്നുകൾ ആവശ്യമുള്ളതാണെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ഇതിൻ്റെ മാനുഫാക്ചേഴ്സിന് ഇത് അവർക്കൊരു സാമ്പത്തികമായി മുൻതൂക്കം കിട്ടുകയും ചെയ്യും. മാത്രവുമല്ല, പണ്ട് കാലത്ത് വീടുകളിലുണ്ടാകുന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, അതായത് ഹോം റെമഡിയൽ, വീട്ടിലുള്ള ഗൃഹവൈദ്യം എന്ന് പറയും. അത് ഇപ്പോൾ കേരളത്തിൽ വളരെ അപൂർവമായിട്ടാണ്. അത് ശരിക്കും ഒരു സാധാരണഗതിയിലുള്ളൊരു 10-20 അസുഖങ്ങൾക്ക്, നോർമലായിട്ട് വരുന്ന പനി, തലവേദന, ജലദോഷം പോലുള്ള അസുഖങ്ങൾക്ക് പണ്ടുള്ള പ്രായം ചെന്ന ആളുകൾ വീട്ടിൽ നിന്ന് തുളസി ആണെങ്കിലും കഞ്ഞൂർക്കൂർക്കലാണെങ്കിലും ആടലോടകമാണെങ്കിലും ഇങ്ങനത്തെ കുറേ മരുന്നുകൾ വെച്ച് വളരെ നല്ല രൂപത്തിൽ ചികിത്സിക്കുന്ന സമ്പ്രദായം കേരളത്തിൽ പതിവായിരുന്നു. ആ പതിവ് വിട്ടത് ഇത്തരം മരുന്നുകളെ പറ്റിയുള്ള അറിവ് ഇത്തരം വീട്ടമ്മമാർക്കും പഴയ തലമുറക്കുണ്ട്, പുതിയ തലമുറക്ക് വളരെ അന്യം നിന്ന് പോയിട്ടുണ്ട്. പ്രധാനമായിട്ടും അലോപ്പതിയും ആയുർവേദം തമ്മിൽ ഒരു മത്സര ബുദ്ധിയോടുകൂടി കാണുന്ന ഒരവസ്ഥ ഇപ്പോൾ കണ്ടുവരാറുണ്ട്. കാരണം ഞാൻ ചോദിക്കുന്നത്, ട്രഡീഷണലായിട്ട് ഈ കളരി മർമ്മ ചികിത്സകൾ അതുപോലെ തന്നെ പാരമ്പര്യ ചികിത്സകൾ ആയുർവേദത്തിൽ ഊതി നിന്ന താങ്കളുടെ ഒരു വലിയ പാരമ്പര്യം തന്നെയുണ്ട്. ഈ ഒരു അവസരത്തിൽ താങ്കൾ ശാസ്ത്രീയപരമായി ആയുർവേദത്തിൽ വിദ്യാഭ്യാസം എടുത്തിട്ടുള്ള, ഡിഗ്രി എടുത്തിട്ടുള്ള ആളാണ്. താങ്കളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച്? അല്ല, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശാസ്ത്രം പറയുന്നത് എന്താണെന്ന് നോക്കിയാൽ മതി. കാരണം അലോപ്പതി ആണെങ്കിൽ അവർ ദ ഫാദർ ഓഫ് സർജറി എന്ന് പറഞ്ഞാൽ അവർ പഠിക്കുന്നത് സുശ്രുത, അത് ആയുർവേദത്തിലെ സുശ്രുത ആചാര്യനാണ്. അതൊരു സത്യമാണ്, അതിൽ ഒരാൾക്കും നിഷേധിക്കാൻ പറ്റില്ല. രണ്ടാമത് ഞങ്ങൾ ആയുർവേദം ആദ്യം പഠിക്കുന്നത് ഏകം ശാസ്ത്രം അതീയാനോ ന വിദ്യാശാസ്ത്ര നിശ്ചയം തസ്മാത് ബഹുശ്രുതശാസ്ത്രം വിജാനീയ ചികിത്സക. ആയുർവേദത്തിൽ പറയുന്നൊരു വളരെ വ്യക്തമായ ശ്ലോകമാണ്.
അതിൻ്റെ അർത്ഥം നിങ്ങൾ ഒരിക്കലും ഒരു ശാസ്ത്രത്തെ മാത്രം പർവ്വതീകരിച്ച് മറ്റൊരു ശാസ്ത്രത്തെയും നിന്ദിക്കുന്നൊരവസ്ഥ നിങ്ങളിൽ ഉണ്ടാവരുത്. എല്ലാ ശാസ്ത്രത്തിൽ നിന്ന് നിങ്ങൾ കാര്യങ്ങൾ ഉൾക്കൊള്ളണം, പഠിക്കണം. എന്നിട്ട് രോഗികൾക്ക് ഏതാണോ നല്ലത് അത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യണമെന്നാണ് ആയുർവേദ ശാസ്ത്രം വളരെ വ്യക്തമായി പറയുന്നത്. കേരളത്തിൽ മാത്രമുള്ളൊരു വിഷയം മറ്റൊരു ശാസ്ത്രത്തെ എങ്ങനെ ഇകഴ്ത്തി ഒരു ശാസ്ത്രത്തെ മുമ്പോട്ട് പോകാം. അത് നിങ്ങൾക്ക് മറ്റൊരു സ്ഥലത്ത്, ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിലും ഇത് പൊതുവേ ഉണ്ട്, പക്ഷേ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ചൈനയിൽ പോയി കഴിഞ്ഞാൽ ചൈനയിൽ നിങ്ങൾക്ക് അവിടുത്തെ ട്രഡീഷണൽ ചികിത്സയുണ്ട്, അതായത് അക്യുപങ്ക്ചർ. ഈ അക്യുപങ്ക്ചറിന് അവർ ഏത് ഹോസ്പിറ്റലിൽ പോയാലും ദ ഫസ്റ്റ് പ്രിഫറൻസ് ഗോസ് ടു അക്യുപങ്ക്ചർ. ആ അക്യുപങ്ക്ചർ ചെയ്തിട്ട് അത് വേണ്ട എന്ന് പറയുന്ന, അല്ലെങ്കിൽ അക്യുപങ്ക്ചർ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്ന ഒരു പേഷ്യൻ്റ് അവിടെ ഒരു രാജാവാണ് ശരിക്കും. പേഷ്യൻ്റ് ഈസ് ദ കിങ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകരോട് താങ്കൾക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം ആരോഗ്യത്തിലൂന്നി, ആയുർവേദത്തിലൂന്നി. ആയുർവേദത്തിൽ പറയുന്നൊരു 4 വരി ശ്ലോകമുണ്ട്. നിത്യം ഹിതാഹാര വിഹാരസേവി സമീക്ഷകാരി വിഷയേഷു അസക്ത ദാദാ സമ സത്യപരാ ക്ഷമാവാൻ ആപ്തോപസേവി ച ഭവത്യാരോഗ. അതായത് ഒരു രോഗി എന്ന് പറയുന്നില്ല, കാരണം ആയുർവേദത്തിൽ പറയുന്നത് തന്നെ രോഗം വരാത്ത അവസ്ഥ ചികിത്സിച്ച് രോഗത്തിന് ഒഴിവാക്കാനാണ്. ആരോഗ്യത്തിൽ ഒരിക്കലും രോഗം വന്ന് ചികിത്സിക്കാനല്ല ആയുർവേദം ആദ്യം നിഷ്കർഷിക്കുന്നത്. ആദ്യം പറയുന്നത് ഒരാരോഗ്യമുള്ള ആൾക്ക് ആ ആരോഗ്യം എങ്ങനെ നിലനിർത്താം, അഥവാ രോഗം വന്നാൽ നിങ്ങൾക്ക് ചികിത്സിക്കാനുള്ള മാർഗ്ഗമാണ് അതിന് പറയുന്നത്. അതിന് പറയുന്ന ഫസ്റ്റ് വേർഡ് നിത്യം ഹിതാഹാര വിഹാരസേവി. ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സമയത്താണോ എന്ന് ശ്രദ്ധിക്കുക. ഒരു മനുഷ്യൻ കഴിക്കേണ്ട, കാരണം ഓരോ ആളുകളുടെ വയറിന് കപ്പാസിറ്റി ഉണ്ടാകും. ആ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഭക്ഷണമാണ് അവൻ കഴിക്കേണ്ടത്. 2 ഭാഗത്തിൽ ഒരു വയറിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 3-1 ഭാഗം മാത്രമേ ഭക്ഷണം കഴിക്കാവൂ, നിറയ്ക്കാവൂ എന്ന് എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നുണ്ട്. ആ രൂപത്തിൽ തന്നെ നമുക്ക് നോക്കാം. 2015 ആകുമ്പം ഏറ്റവും കൂടുതൽ മോർട്ടാലിറ്റി, ഏറ്റവും കൂടുതൽ രോഗാതുരമായൊരു സംസ്ഥാനമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഞാനും നിങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം, അല്ലെങ്കിൽ വിഷം, പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത, അതായത് ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും നടക്കാനുള്ള മടി. ഇപ്പോൾ ഒരു 10 സെക്കൻഡ് നമ്മൾ നടക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ബൈക്കിൽ കയറി ബൈക്ക് സ്റ്റാർട്ടാക്കി പോവുകയാണ് ഇപ്പോഴത്തെ പുതിയ തലമുറ ചെയ്യുന്നത്. അതിന് പകരം പണ്ട് നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പണ്ടുള്ള അസുഖങ്ങൾ വളരെ കുറവായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന അസുഖങ്ങളിൽ വളരെ കുറവായിരുന്നു. അപ്പം നടത്തം ശ്രദ്ധിക്കുക. ചുരുങ്ങിയതൊരു അരമണിക്കൂറെങ്കിലും ദിവസം നടക്കുക. ഒരു 3 മുതൽ 4 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കുക. ഒരു സൗമനസ്യമായി ഒരാൾ പോലും ദ്രോഹം ചെയ്യാത്ത രൂപത്തിലുള്ളൊരു മനസ്സാദ്യം ഉണ്ടാക്കുക. അത്തരമൊരു മനസ്സുണ്ടായാൽ തന്നെ കേരളത്തിൽ ഇന്ന് വന്ന കലുഷിതമായ എല്ലാ അന്തരീക്ഷങ്ങളും കേരളത്തിൽ മാറി ഒരു ഗോഡ്സ് ഓൺ കൺട്രി നമ്മൾ പറയുന്നത് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി ആവണം. അവിടെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ ഗോഡ്സ് ഓൺ കൺട്രി അല്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരണം. അതിനുള്ള എല്ലാ ഭാവങ്ങളും നേരുന്നു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി, ആരോഗ്യപരമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഷഫി ദവാഖാനയുടെ കൺസെപ്റ്റുകളെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കി.